കഴിഞ്ഞ ദിവസേ ഞാൻ മാധുവിനോട് പറഞ്ഞു നമുക്ക് ചാമ്പക്ക പറിച്ച് ഉപ്പിലിടണം. എന്റെ പൊന്നോ, അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ അവർക്കത് ചെയ്യാഞ്ഞിട്ട് ഓർക്കല്ല. പിറ്റേ ദിവസം തന്നെ സംഭവത്തിനുള്ള പരിപാടികൾ ഞങ്ങൾ തുടങ്ങി. ചാമ്പക്ക പറിച്ച് ഒരു മുറ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്കാണ്ട് ചെരിഞ്ഞ് അതൊന്ന് നല്ലതും ചീത്തതൊക്കെ വേർതിരിച്ചിട്ട് നല്ലതിന്റെ നടു പൊളിച്ച് അതിനുള്ളിലുള്ള ആ കറുത്ത ഭാഗവും കേടൊക്കെ കണ്ട് കളഞ്ഞു. അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഈ മഹാനെ കാണാൻ സാധ്യത ഉണ്ട് കേട്ടാ. അതിനാണ്ട് എടുത്ത് കളയുക, കഴുകി വൃത്തിയാക്കുക. അങ്ങനെ കഴുകി വൃത്തിയാക്കി ചാമ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ബോട്ടിലെടുത്ത് അതിലേക്ക് നിറച്ചുകൊണ്ടിരിക്കട്ടാ. നിറച്ചതിന് ശേഷം ഓരോ പച്ചമുളകും കുത്തിവെച്ച് കുറേശ്ശെ ഉപ്പും കൂടി വെതറി കഴിഞ്ഞാൽ സംഭവം സെറ്റാ. എന്നിട്ട് ഒരു കുലുക്കലും കൂടി കുലുക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു പരിവാവും. കുറേ ചാമ്പൊക്കെ പിള്ളേരെന്നെ തിന്ന് നിർത്തുന്നിട്ടാ. മാധവണ് വിളമ്പി തരണേ. 10 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇതുപോലെ ചാമ്പൊക്കെ ഉപ്പിലിട്ടതും കഞ്ഞിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ മച്ചാനത് പോരളിയാ. സംഭവം നൈസാണ്. അപ്പോൾ നമ്മുടെ മാധുവിൻ്റെ ചാമ്പൊക്കെ ഉപ്പിലിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കും കേട്ടാ. അപ്പോൾ ശരി, അടുത്ത വീട്ടാണോ. ബൈ.